ഈ ക്ലാസ്സിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ 4ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്റൻഷണൽ അല്ലെങ്കിൽ വോളണ്ടറി ടെർമിനേഷൻ, പർപ്പസ്ഫുള്ളി നമ്മളൊരു പ്രഗ്നൻസിനെ അതിന്റെ ഫുൾ ടേം എത്തുന്നതിന് മുമ്പ്, കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നതിനെയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ, നമ്മൾ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക, ചിലപ്പോൾ വല്ല മെഡിസിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ സർജിക്കൽ റിമൂവൽ വഴിയോ അബോർഷനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പർപ്പസ്ഫുള്ളി പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് ആ പ്രഗ്നൻസിനെ ടെർമിനേറ്റ് ചെയ്ത് കളയുക, എയ്തർ ബൈ ടേക്കിംഗ് സം മെഡിസിൻസ് ഓർ ബൈ ഡൂയിങ് സം സർജറി. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഏകദേശം 45 മുതൽ 50 മില്യൺ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓരോ വർഷവും വേൾഡിൽ, കംപ്ലീറ്റ് വേൾഡിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു 5 ലേഡീസ് പ്രഗ്നന്റ് ആകുന്നതിൽ ഒരു ലേഡി അബോർട്ടഡായി പോകുന്നുണ്ട്, അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യുന്നുണ്ട്, അബോർഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് ഒരു വർഷത്തിൽ. എത്ര ഈ 45 to 50 മില്യൺ എന്ന് പറയുന്നത്? 450 ലക്ഷം മുതൽ 500 ലക്ഷം വരെ. ഒരു മില്യൺ എന്ന് പറയുന്ന 10 ലക്ഷമാണ് കേട്ടോ. അപ്പൊ 450 ലക്ഷം മുതൽ 500 ലക്ഷം വരെ MTP ഓരോ വർഷവും നടക്കുന്നുണ്ട് വേൾഡ് വൈഡ്. അത് നമ്മുടെ 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് കൺസീവ്ഡ് പ്രഗ്നൻസീസ് ആണ്. അതായത് 1/5 പ്രഗ്നൻസിയും MTP നടക്കുന്നുണ്ട് എന്നാണ് സർവേ പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ചില രാജ്യങ്ങളിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും ചില രാജ്യങ്ങളും അത് ലീഗലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ആക്സെപ്റ്റ് ചെയ്യോ ലീഗലൈസ് ചെയ്യോ, ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലീഗലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിബേറ്റ് തന്നെയാണ്. പല കൺട്രീസിലും പല കാരണങ്ങൾ കൊണ്ട്, അതായത് ഇമോഷണൽ ഫീലിംഗ് കൊണ്ട്, അതായത് വികാരപരമായ ഫീലിംഗ് കൊണ്ട്, അല്ലെങ്കിൽ എത്തിക്കൽ, ധാർമ്മികമായി, അതേപോലെ തന്നെ റിലീജിയസ്, മതപരമായിട്ട്, സോഷ്യൽ, അതായത് സാമൂഹികമായിട്ട് എല്ലാം, ഇതെല്ലാം കണക്കിലെടുത്താണ് എന്താണ് ഈ പറയുന്ന MTP ലീഗലൈസ് ചെയ്യണോ അത് ഇല്ലീഗലാണോ എന്നൊക്കെ ഉള്ള ആ ഒരു ഡിബേറ്റ് റൺ ചെയ്യുന്നത്. ഇമോഷണൽ, എത്തിക്കൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ ഇറ്റ്, വെദർ ഇറ്റ് ഹാസ് ടു ബി ലീഗലൈസ് ഓർ നോട്ട് കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട് 1971. പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് വെച്ചിട്ടാണ് അത് ലീഗലൈസ് ചെയ്തിട്ടുള്ളത്. അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ടേംസ് കൺസിഡർ ചെയ്തിട്ട് ഇത് ലീഗലൈസ് ചെയ്തിട്ടുള്ളത്. ആ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അത് എന്താ പറയാ, ഇൻഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡിനെ കുറയ്ക്കാൻ സഹായിക്കും. അതിനെ കുറയ്ക്കാന്നല്ല, അതിനെ ചെക്ക് ചെയ്യാൻ സഹായിക്കും, അതിനെ ഇല്ലാതാക്കാൻ. എന്താ ഇൻഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്? അവിവേകപരമായ, ഇല്ലീഗൽ ആയിട്ടുള്ള, അതായത് ലീഗലി അല്ലാതെ ഫീമെയിൽ ഫീറ്റിസൈഡ്, അതായത് ഫീമെയിൽ ഫീറ്റസിനെ കൊന്നുകളയുക എന്നുള്ള ആ ഒരു പ്രവണത സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് 1971 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെ ലീഗലൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് വളരെ കൂടുതലാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് 1971 ഒരുപാട് റെസ്ട്രിക്ഷൻസിന്റെ മേലെ MTP ലീഗലൈസ് ചെയ്തിട്ടുള്ളത്. അത് ഫീമെയിൽ ഫീറ്റിസൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഹിയർ വി വിൽ ജസ്റ്റ് read this paragraph. Intentional or voluntary termination of pregnancy before full term is called as medical termination of pregnancy or MTP or induced abortion. Nearly 45 to 50 million MTPs are performed in a year all over the world, which accounts to 1/5 of the total number of conceived pregnancies in a year. Whether to accept or legalize MTP or not is being debated upon in many countries due to emotional, ethical, religious and social issues involved in it. Government of India legalized MTP in 1971 with some strict conditions to avoid its misuse. Such restrictions are all the more important to check indiscriminate and illegal female feticides, which are reported to be high in India. Next paragraph. Why MTP? എന്തിനാ ഈ MTP? Obviously the answer is to get rid of unwanted pregnancy. Unwanted pregnancy ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന MTP. അത് ചിലപ്പോൾ കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഫെയിലിയർ ആയതുകൊണ്ട് ആവാം, അല്ലെങ്കിൽ റേപ്പ്
കേസസിലാവാം ഈ MTP യൂസ് ചെയ്യുന്നത്. MTP ആക്ച്വലി എസെൻഷ്യൽ ആണ്. ചില കേസസിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മദറിനോ ഫീറ്റസിനോ ഹാംഫുൾ ആവും എന്നുള്ള ഒരു കണ്ടീഷൻ വന്നാൽ ദാറ്റ് ഈസ് ലീഗൽ. അത് എസെൻഷ്യൽ ആണ്, അതൊന്ന് ചെയ്യേണ്ടതാണ്. അതല്ലാതെ MTPs ആവശ്യമില്ലാതെ അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന് പറയുന്ന എല്ലാം അൺവാണ്ടഡ് പ്രഗ്നൻസി, ഇപ്പോൾ ഫീമെയിൽ ബേബിയാണ് എന്നുണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അബോർട്ട് ചെയ്ത് കളയുക, അതല്ലാതെ അൺപ്രൊട്ടക്റ്റഡ് ഇന്റർ കോഴ്സ് വഴി ഉണ്ടാകുന്ന കുട്ടികളെ അബോർട്ട് ചെയ്ത് കളയുക, ഇതൊക്കെ ഇല്ലീഗലാണ് കേട്ടോ. അപ്പോൾ ഈ MTP എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒന്നുപോലെ റേപ്പ് കേസസിൽ അല്ലെങ്കിൽ കുഞ്ഞു വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദോഷം ഉണ്ടാവും എന്നുള്ള ആ ഒരു കണ്ടീഷൻ വന്നാലൊക്കെയാണ് MTPs ലീഗലൈസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. So we will just read this paragraph. Why MTP? Obviously, the answer is to get rid of unwanted pregnancies either due to casual unprotected intercourse or failure of the contraceptive used during coitus or rapes. MTPs are also essential in certain cases where continuation of the pregnancy could be harmful or even fatal either to mother or to the fetus or both. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക്. MTP അത് റിലേറ്റീവ്ലി സേഫ് ആണ് കൺസിഡർ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. അതായത് 12 ആഴ്ചയുടെ ഉള്ളിൽ, അതായത് പ്രഗ്നൻസി ഉണ്ടായി 12 ആഴ്ചയുടെ ഉള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിന്റെ ഉള്ളിൽ MTP ചെയ്യുക അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന സേഫ് ആണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അബോർഷൻ കുറച്ച് റിസ്കുമാണ്. ഓക്കെ, ഇനി നമ്മുടെ MTPs പെർഫോം ചെയ്യുന്നത് ഇല്ലീഗലി പെർഫോം ചെയ്യുന്ന പല MTPസും കാശിന് വേണ്ടിയിട്ട് അൺക്വാളിഫൈഡ് ക്വാക്സ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ ചെയ്യാത്ത ചില മുറിവൈദ്യന്മാര്, ക്വാക്സ് എന്ന് പറയുന്ന മുറിവൈദ്യന്മാരെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവര് അൺസേഫ് ആയിട്ട് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ അവർ ചെയ്യുന്ന ഈ MTPs ചിലപ്പോൾ ഫെയ്റ്റലും ആവാം. അത് ഇല്ലീഗലി ചെയ്യുന്നതാണ്. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും ഇവർക്ക് അങ്ങനെ ഒരു ആവശ്യം ഉള്ളത് കൊണ്ടും ചെയ്യുന്നതാണ് ഈ പറയുന്ന അൺക്വാളിഫൈഡ് ക്വാക്സ് ചെയ്യുന്ന MTPs. അൺസേഫ് ആണ്, അത് ചിലപ്പോൾ അമ്മയുടെ മരണത്തിന് തന്നെ കാരണമാവാം. അനദർ ഡേഞ്ചറസ് ട്രെൻഡ് എന്താന്ന് ചോദിച്ചാൽ ആംനിയോസെന്റസിസ്, അത് അൺബോൺ ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്ത ആംനിയോസെന്റസിസ് വഴി അത് ഫീമെയിൽ ബേബിയാണ് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫീമെയിൽ ഫീറ്റസിനെ കൊന്നുകളയുക എന്നുള്ളത് വേറൊരു ഡ്രോബാക്കും കൂടിയാണ് ഈ MTPയുടെ കേട്ടോ. Frequently, if the fetus is found to be female, it is followed by MTP. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇല്ലീഗലി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രാക്ടീസസ് എല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദറിനും ഫീറ്റസിനും ഒക്കെ ഇത് ഡേഞ്ചറസ് ആണ്. ആ 3 മാസം കഴിഞ്ഞ് MTP ചെയ്യാന്ന് പറയുന്ന മദറിനും അതേപോലെ തന്നെ കുഞ്ഞിനും ഒരേപോലെ ഡേഞ്ചറസ് ആണ്. കുഞ്ഞിനെ പിന്നെ കളയാനുള്ളതാണ്. പക്ഷേ എന്നാലും ചില കേസസിൽ നമുക്ക് തന്നെ കാണാൻ കഴിയും, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ MTP ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന കേസസിൽ കുട്ടികളുടെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുകയും അത് ക്ലിയർ ആയിട്ട് അബോർട്ടായി പോവാതിരിക്കുകയും ചെയ്താൽ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യും. ആ കുഞ്ഞിന് ഭാവിയിൽ അതുകൊണ്ടുള്ള എല്ലാ ദൂഷ്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മ്യൂട്ടേഷൻ, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും, ജനറ്റിക് ആയിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുള്ള MTP എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ഇങ്ങനെ MTPs ചെയ്യുന്ന ആൾക്കാരെ നന്നായിട്ട് കൗൺസിൽ ചെയ്യേണ്ടതും അത് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഇല്ലീഗൽ അബോർഷൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ റിസ്കി ആണെന്നും അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കേണ്ടതും അതുപോലെ അൺഹെൽത്തി ട്രെൻഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ എന്നൊക്കെ അവരെയൊക്കെ പിന്തിരിപ്പിക്കേണ്ടതും ഒക്കെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ ഒരു എയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. MTPs are considered relatively safe during the first trimester, that is up to 12 weeks of pregnancy. Second trimester abortion are much more riskier. One disturbing trend observed is that a majority of the MTPs are performed illegally by unqualified quacks, which are not only unsafe but could be fatal too. Fatal എന്ന് പറഞ്ഞാൽ മരണത്തിനും കാരണമാവും എന്നാണ് അർത്ഥം. Another dangerous trend is the misuse of amniocentesis to determine the sex of the unborn child. Frequently, if the fetus is found to be female, it is followed by MTP. This is totally against what is legal.
Such practices should be avoided because these are dangerous both for the young mother and the fetus. Effective counseling on the needs to be avoid unprotected coitus and the risk factors involved in illegal abortions, as well as providing more health care facilities, could reverse the mentioned unhealthy trend. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഈ MTP ചെയ്യാൻ നിർബന്ധിതരാകുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയാ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ആവാം. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് കൂടുതൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതും നമുക്ക് ഒരു പരിധി വരെ ഇവരെ അബോർഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കും. അതായത് ഇല്ലീഗൽ അബോർഷൻസ് ഒന്നും നടത്താതിരിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ബാരിയർ മെത്തേഡ്, പ്രോപ്പർ ബാരിയർ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്ത് സെക്ഷൽ ഇന്റർകോഴ്സിൽ ടേക്ക് പാർട്ട് ചെയ്ത കുറേ അബോർഷൻസ് അങ്ങനെയും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പേജിൽ ഒരു ചെറിയൊരു കോളത്തിനകത്ത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെന്റ് ആക്ട്, അതായത് നവീകരിച്ച ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന അമെൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞ ഭേദഗതി ചെയ്ത ആക്ട് 2017 കൊണ്ടുവന്നിട്ടുണ്ട്. That was enacted by the government of India. അത് അതിന്റെ ഇന്റൻഷൻ എന്താന്ന് വെച്ചാൽ ഇല്ലീഗൽ അബോർഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റിയും അതുപോലെ മോർബിഡിറ്റിയും ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ അബോർഷൻ നടത്തുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ, മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ദൂഷ്യവശങ്ങൾ എന്നാണ് കേട്ടോ. മോർട്ടാലിറ്റി എന്ന് പറയുന്ന മദറിന്റെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മോർബിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ പുനർഭേദഗതി ചെയ്ത ഒരു ആക്ട് കൊണ്ടുവന്നത് 2017. ഈ ആക്ട് പ്രകാരം ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് 12 വീക്സിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം, അവരുടെ ഒപ്പീനിയനോട് കൂടി അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ, അതായത് ഫസ്റ്റ് 3 മന്ത്സിന്റെ ഉള്ളിൽ. അത് മോർ ദാൻ 12 വീക്സ് ആയി, പക്ഷെ 6 മാസത്തിൽ താഴെ 24 വീക്കിൽ താഴെയാണ് ആയിട്ടുള്ളൂ എങ്കിൽ അത് 2 രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ അടുത്തുനിന്ന് ഒപ്പീനിയൻ എടുക്കണം കേട്ടോ. അതായത് കൂടുതൽ ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസ്യത, ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ വിശ്വാസ്യത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ അടുത്തുനിന്ന് ഒപ്പീനിയൻ എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ആണ് എന്തിനു പോകാൻ പാടുള്ളൂ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നേക്ക് റെഡി ആവാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ദ ഗ്രൗണ്ട്സ് ഫോർ സച്ച് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസീസ് അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ ഓഫ് ആ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന എന്ത് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതും ഈ ഭേദഗതി വരുത്തിയ ബില്ലിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് വുമന്റെ ലൈഫിന് റിസ്ക് ആയിരിക്കും, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ ദ ചൈൽഡ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും റിസ്ക്, അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഫേസ് ചെയ്യും, സീരിയസ്ലി ഹാൻഡിക്യാപ്ഡ് ആവും. എന്നീ 2 കേസസിൽ മാത്രമാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാൻ പാടുള്ളൂ എന്നും അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രഗ്നൻസി വുഡ് ഇൻവോൾവ് എ റിസ്ക് ടു ദ ലൈഫ് ഓഫ് പ്രഗ്നന്റ് വുമൻ ഓർ ഓഫ് ഗ്രേവ് ഇഞ്ചുറി ഫിസിക്കൽ ഓർ mental health, or there is a substantial risk that of the child were born it would suffer from such physical or mental abnormalities as to be seriously handicapped. അപ്പോൾ അതൊന്നുകൂടെ വായിക്കാം നമുക്ക്. Medical Termination of Pregnancy Amendment Act 2017 was enacted by Government of India with the intention of reducing the incidence of illegal abortion and consequent maternal mortality and morbidity. According to this act, a pregnancy may be terminated on certain considered ground within the first 12 weeks of pregnancy on the opinion of one registered medical practitioner. If the pregnancy has lasted more than 12 weeks but fewer than 24 weeks,
Two registered medical practitioners must be of the opinion formed in good faith that the required ground exists. The grounds for such termination of pregnancies are: continuation of the pregnancy would involve a risk to the life of the pregnant woman or of grave injury, physical or mental health, or there is a substantial risk that of the child were born it would suffer from such physical or mental abnormalities as to be seriously handicapped. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, STIs. ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് അത് സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസിനെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ വെനേറിയൽ ഡിസീസസ് എന്നും അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയാം. ഇത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്ന ചില ഇൻഫെക്ഷൻസ് സെക്ഷലി അല്ലാതെ സെക്ഷൽ കോൺടാക്ട് വഴി അല്ലാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞുതരാം. See here, some sexually transmitted diseases എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൊണോറിയ എന്ന് പറയുന്ന നിസീരിയ ഗൊണോറിയ എന്ന് പറയുന്ന ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ് ഗൊണോറിയ എന്ന് പറയുന്ന ഡിസീസ്. സിഫിലിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ട്രിപ്പോനീമ പല്ലിഡം എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ട്രിപ്പോനീമ പല്ലിഡം, സിഫിലിസ് കോസ് ട്രിപ്പോനീമ പല്ലിഡം. ജെനിറ്റൽ ഹെർബ്സ് ഒരു വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഹെർബ്സ് സിംപ്ലക്സ് വൈറസ് ആണ് ജെനിറ്റൽ ഹെർബ്സിന് കാരണമായിട്ടുള്ള ഓർഗാനിസം. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന് പറയുന്ന ഓർഗാനിസ് ആണ് ക്ലമീഡിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ജെനിറ്റൽ വാർഡ്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അതേപോലെ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ട്രൈക്കോമോണാസ് വജൈനാലിസ് എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ആണ്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ഡിസീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു ഇൻഫെക്ഷനാണ് HIV ഇൻഫെക്ഷൻ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന വൈറസ് എയ്ഡ്സ് എന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എക്സാമ്പിൾസ് ഗൊണോറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർബ്സ്, ക്ലമീഡിയാസിസ്, ജെനിറ്റൽ വാർഡ്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV ഇതൊക്കെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. ഇതിനകത്ത് HIV ഇൻഫെക്ഷൻ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 8ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ചില ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ നീഡിൽസ് വഴിയും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വഴിയും അതേപോലെ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും അതേപോലെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസിലേക്കും വരാം. അപ്പൊ സെക്ഷലി അല്ല അത് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ഷെയറിംഗ് ദ ഇഞ്ചക്ഷൻ നീഡിൽസ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഷെയർ ചെയ്യുന്ന വഴി, അതുപോലെ ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുന്ന വഴി ചെയ്യുന്നത് കൊണ്ട്, അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഫീറ്റസിലേക്കും വരാം. ഹെപ്പറ്റൈറ്റിസ് ബിയും ജെനിറ്റൽ ഹെർബ്സും HIV ഇൻഫെക്ഷനും ഒക്കെ ഒഴികെ ബാക്കി എല്ലാ ഇൻഫെക്ഷൻസും ക്യൂറബിൾ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഇൻഫെക്ഷൻ ആണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും ജെനിറ്റൽ ഹെർബ്സും HIV ഇൻഫെക്ഷനും ഇത് മൂന്നും ഒഴികെ ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി ക്യൂറബിൾ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്യുകയും ഏർലി ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ, അത് നമ്മൾ തുടക്കത്തിൽ തന്നെ രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇറാഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് ക്യൂർ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഏർലി സിംറ്റംസ് അത് വളരെ മൈനർ ആയിട്ടുള്ള സിംറ്റംസേ കാണിക്കുള്ളൂ. അത് ഏർലി സിംറ്റംസ് ദാറ്റ് വിൽ ബി ഹാവിംഗ് സം ഇച്ചിങ് ടൈപ്പ് ഓഫ് സിംറ്റം ലൈക്ക് ഫ്ലൂയിഡ് ഡിസ്ചാർജ് വിൽ ബി ദയർ. അതുപോലെ ചെറിയ പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, ജെനിറ്റൽ റീജിയനിൽ ഇച്ചിങ്ങും ഫ്ലൂയിഡ് ഡിസ്ചാർജും സ്ലൈറ്റ് പെയിനും സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണ ഇൻഫെക്റ്റഡ് ഫീമെയിലിൽ അത് അസിംപ്റ്റോമാറ്റിക് ആയിട്ട് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാലങ്ങൾ അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് നിൽക്കും. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് മെയിലിൽ പെട്ടെന്ന് അത് എക്സ്പ്രസ് ചെയ്യും, പക്ഷെ ഫീമെയിലിൽ അത് എളുപ്പം എക്സ്പ്രസ് ചെയ്യാതിരിക്കാം. അപ്പൊ ആ ഫീമെയിലിൽ നിന്ന് മെയിൽ പാർട്ട്ണറിലേക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പെട്ടെന്ന് പകർന്നു പോകുന്നത് കേട്ടോ. ഫീമെയിലിൽ അതിന്റെ സിംറ്റംസ് വളരെ സ്ലോ ആയിട്ടേ കാണിക്കുള്ളൂ. അത് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ അതിന്റെ സിംറ്റംസ് കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുറെ കാലം അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് തുടരും കേട്ടോ.
ഈ ആബ്സെൻസ് അല്ലെങ്കിൽ ലെസ് സിഗ്നിഫിക്കൻറ്റ് സിംറ്റംസ്, അത്ര വലിയ കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് ഏർലി സ്റ്റേജിൽ ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യാതിരിക്കുകയും, അതേപോലെ തന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, സോഷ്യൽ സ്റ്റിഗ്മ. സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു അപമാനമാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന സമൂഹത്തിൽ അതൊരു അപമാനം പോലെയാണ്, നമുക്കൊരു ചീത്തപ്പേര് പോലെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഡിറ്റർ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഫ്രം ഗോയിങ് ഫോർ ടൈംലി ഡിറ്റക്ഷൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അപമാനവും കൂടി ആയതുകൊണ്ട് ഈ ഇൻഫെക്റ്റഡ് പേഴ്സണെ അത് എന്താ പറയാ ഏർലി ഡിറ്റക്ഷന് നിന്ന് പിന്തിരിപ്പിക്കും. ഇപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പോയാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകാനുള്ള മടി കാണിക്കും ഈ പറയുന്ന സോഷ്യൽ സ്റ്റിഗ്മ കൊണ്ട്. സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അതൊരു അപമാനമാണ്. ആ അപമാനം കൊണ്ട് ദാറ്റ് വിൽ ഡിറ്റർ, പിന്തിരിപ്പിക്കുക. ഡിറ്റർ എന്ന് പറഞ്ഞ പിന്തിരിപ്പിക്കാന്ന് കേട്ടോ. ഡിറ്റർ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഫ്രം ഗോയിങ് ഫോർ ടൈംലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലിക്കേഷൻസ് പിന്നീട് കൂട്ടാൻ സാധ്യതയുണ്ട്. അത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടാക്കാം, അബോർഷൻസ് ഉണ്ടാക്കാം. പെൽവിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ പെൽവിക് റീജിയനിൽ സ്വെല്ലിംഗ് ഉണ്ടാവാം, അതുപോലെ അബോർഷൻസ് സംഭവിക്കാം. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചതിന് ശേഷം ഉണ്ടാവുക. അതേപോലെ എക്ടോപിക് പ്രഗ്നൻസി, യൂട്രസിലല്ലാതെ പ്രഗ്നൻസി ഉണ്ടാവുക. ചിലപ്പോൾ ഫാലോപ്പിയൻ ട്യൂബിലൊക്കെ പ്രഗ്നൻസി ഉണ്ടായാൽ അത് ഫെയ്റ്റൽ ആണ്. ഫാലോപ്പിയൻ ട്യൂബിലൊക്കെ പ്രഗ്നൻസി ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യതയുണ്ട്. അതേപോലെ ക്യാൻസർ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ഒരു കണ്ടീഷൻ വരാം ഇങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒരുപാട് പഴകി കഴിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതേപോലെ തന്നെ ക്യാൻസർ, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ക്യാൻസർ വരെ ഉണ്ടാവാം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വളരെ വലിയ ഒരു ത്രെറ്റ് തന്നെയാണ്, ഹെൽത്തി സൊസൈറ്റിയുടെ ഒരു വളരെ വലിയ ത്രെറ്റ് തന്നെ. കാരണം ഇത് ഹെൽത്തി സൊസൈറ്റി എന്നുള്ള സൊസൈറ്റിയിൽ ഒരാൾക്ക് വന്നാൽ ഇത് എളുപ്പം പടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യുക, ഏർലി ഡിറ്റക്ട് ചെയ്യുക, അതിന് ക്യൂർ കൊടുക്കുക, അതായത് ഇതിന് കെയർ കൊടുത്ത് അതിനെ ക്യൂർ ചെയ്യുക. ഇതൊക്കെ ഒരു പ്രൈം കൺസിഡറേഷനിൽ തന്നെ ഉള്ളതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയിം തന്നെയാണ് ഈ പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വെനേറിയൽ ഡിസീസസിനെയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഇനി എല്ലാ ആളുകളും ഇതിന് വൾണറബിൾ ആണ്. ഏത് തരത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈ ഇൻഫെക്ഷൻ വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഏജ് ഗ്രൂപ്പ് 15 to 24 ഇയേഴ്സ് ആണ് കേട്ടോ. 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഇതെന്താന്ന് അറിയാനുള്ള ആ ഒരു ത്വര, എന്താന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ, അതിനെ കൊണ്ടൊക്കെ ഇവരിങ്ങനെ വേറെ വേണ്ടാത്ത രീതിയിലൊക്കെ പോകുന്നത് കൊണ്ടും അൺഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ടും ഒക്കെയാണ് ഇവർക്ക് ഇങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇത്രമാത്രം വ്യാപിച്ചു കാണുന്നത് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടായി എന്ന് കരുതി വളരെ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടായി എന്ന് കരുതില്ല, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ച് പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം അതിനെ പ്രിവെന്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ് ക്യാൻ ബി പ്രിവെന്റഡ്. അത് പ്രിവെന്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ഇൻഫെക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്, നമുക്ക് അറിയാത്ത പാർട്ട്നേഴ്സുമായിട്ട് സെക്സ് ചെയ്യാതിരിക്കുക. അതേപോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് സെക്സ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ കോണ്ടം യൂസ് ചെയ്യുക, ഓരോ കോയിറ്റസിലും കോണ്ടം യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടെന്ന് ഡൗട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഏർലി അതിനെ ഡിറ്റക്ട് ചെയ്യുകയും കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുകയും കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഈ തരത്തിലുള്ള പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് സെക്സ് ചെയ്യുക, അൺനോൺ പാർട്ട്നേഴ്സുമായിട്ട് സെക്സ് ചെയ്യുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ വരാൻ വളരെ ചാൻസസ് കൂടിയ ഒരു ലൈഫ് സ്റ്റൈലാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് തന്നെ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു വളരെ നല്ല പ്രിവെൻഷൻ തന്നെയാണ് കേട്ടോ. അതേപോലെ
ഹൈജീനിക് പ്രാക്ടീസ്, സെക്ഷൽ ഹൈജീനിക് പ്രാക്ടീസസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഓർ STIs. Infections or diseases which are transmitted through sexual intercourse are collectively called sexually transmitted infections or STI, or venereal diseases or VD, or reproductive tract infection or RTI. Gonorrhea, it is caused by Neisseria gonorrhoeae. Syphilis, which is caused by Treponema pallidum. Genital herpes, which is caused by herpes simplex virus. Chlamydiasis, which is caused by Chlamydia trachomatis. Genital warts, which is caused by human papilloma virus. Trichomoniasis, which is caused by Trichomonas vaginalis, which is a parasite. Hepatitis B, which is caused by hepatitis B virus. These all are, and of course the most discussed infection in the recent years, HIV leading to AIDS, are some of the common STIs. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡിസീസസും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. അതിന്റെ കോസറ്റീവ് ഓർഗാനിസം കൂടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എമംഗ് ദീസ് HIV infection is most dangerous and is discussed in detail in chapter 8. Some of these infections like hepatitis B and HIV can also be transmitted by sharing of injection needles, surgical instruments, etc. with infected persons, transfusion of blood, or from an infected mother to the fetus too. Except for hepatitis B, genital herpes and HIV infections, other diseases are completely curable if detected early and treated properly. Early symptoms of most of these are minor and include itching, fluid discharge, slight pain, swelling, etc. in the genital region. Infected female may often be asymptomatic and hence may remain undetected for long. Absence or less significant symptoms in the early stages of infection and the social stigma attached to the STIs deter the infected person from going for timely detection and proper treatment. This could lead to complications later, which include pelvic inflammatory diseases, PID, abortions, stillbirth, ectopic pregnancies, infertility, or even cancer of the reproductive tract. STIs or sexually transmitted infections are a major threat to a healthy society. Therefore, prevention or early detection and cure of this disease are given prime consideration under the reproductive health care programs. Though all persons are vulnerable to these infections, their incidence are reported to be very high among persons in the age group of 15 to 24 years, the age group to which you also belong. There is no reason to panic because prevention is possible. One could be free of these infections by following the simple principle given below. Avoid sex with unknown partners or multiple partners. Second one, always try to use condoms during coitus. In case of doubt, one should go to a qualified doctor for early detection and get complete treatment if diagnosed with infections. കേട്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഇൻഫെർട്ടിലിറ്റി ആണ്.